പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരിസ്മ പെന്തക്കൊസ്ത അഭിഷേക ധ്യാനം 4-ാം ദിനം. മാനസാന്തരം പെന്തക്കൊസ്ത അനുഭവത്തിന് പ്രധാന വ്യവസ്ഥ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രധാന വ്യവസ്ഥ മാനസാന്തരമാണ് എന്ന് പരസ്യകാലത്ത് തന്നെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ചില വേദഭാഗങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തേത് യേശുവിൻ്റെ ആദ്യ പ്രസംഗം തന്നെയാണ്. മർക്കോസിന്റെ സുവിശേഷം അധ്യായം 1 വാക്യം 14-15. യോഹന്നാൻ ബന്ധനസ്ഥനായ ശേഷം യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അഥവാ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. രണ്ടാമത്തെ വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന നിക്കോദേമോസുമായുള്ള ഈശോയുടെ സംഭാഷണമാണ്. ഫരിസയരിൽ നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഇസ്രായേലിലെ ഗുരുവായ നിക്കോദേമോസ് പോലും വീണ്ടും മാനസാന്തരപ്പെടണമെന്നാണ് ഈശോ നിർബന്ധമായി പറയുന്നത്. വീണ്ടും ജനിക്കുക എന്ന വാക്കിനർത്ഥം സമൂലമായ സമഗ്രമായ ജീവിത പരിവർത്തനം എന്ന് തന്നെയാണ്. വെളിപാട് പുസ്തകം 22:11 വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന തിരുവെഴുത്ത് നിക്കോദേമോസോട് ഈശോ പറഞ്ഞ വാക്കുകളെ സ്ഥിരീകരിക്കുന്നു. 3-ാമത്തെ വചനഭാഗം യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യേകമായി ഈശോ കൊടുക്കുന്ന ഉപദേശമാണ്. മത്തായി 18:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് അഥവാ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സർവ്വതും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ തക്കവിധം നല്ലവരായിരുന്ന ശിഷ്യന്മാര് പോലും ഒരു ശിശുവിനൊത്ത വിശുദ്ധി പ്രാപിക്കും വരെ വീണ്ടും 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 മാനസാന്തരപ്പെടണമെന്നാണ് ഈശോ ഇവിടെ നിഷ്കർഷിക്കുന്നത്. 4-ാമത്തെ തിരുവചന ഭാഗം പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട യഹൂദരോട് വീണ്ടും മാനസാന്തരപ്പെടണമെന്ന് പത്രോസ് ആവശ്യപ്പെടുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 36 മുതൽ 38 വരെ വാക്യങ്ങൾ. അതിനാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി എന്ന് ഇസ്രായേൽ ഭവനം മുഴുവനും ഉറപ്പായി അറിയട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും.
ഹൃദയം നുറുങ്ങും വിധം മാനസാന്തരപ്പെട്ടവർ വീണ്ടും മാനസാന്തരപ്പെടണം എന്ന പത്രോസിന്റെ വാക്കുകൾ എത്ര അഗാധവും പൂർണ്ണവുമായ ജീവിത നവീകരണമാണ്, ഹൃദയ പരിവർത്തനമാണ്, മാനസാന്തരമാണ് പെന്തക്കോസ്ത അനുഭവത്തിന് അനിവാര്യം എന്ന് വ്യക്തമാക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരത്തിന് 2 വശങ്ങൾ അഥവാ ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത്, കഴിഞ്ഞ പാപങ്ങളെല്ലാം അവയുടെ സകലവിധ കാരണങ്ങളോടും കൂടെ മനഃപൂർവ്വം വെറുത്ത് ഉപേക്ഷിക്കുകയും അവയ്ക്ക് പരിഹാരമെന്ന വണ്ണം അനുദിനം പരിഹാരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ജീവിതം നയിക്കണം. രണ്ടാമത്തേത്, സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിൽ അതീവ ഉത്സാഹം കാണിക്കുകയും സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരുകയും വേണം. വികാരണീശ്വരുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം, വിനയപൂർവ്വം അനുതാപത്തിൻ്റെ വരം തരണമേ എന്ന്. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന ഫരീസേന്റെയും പാപിയായ ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അനുതാപത്താൽ ഒരുങ്ങിയ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തിന് കൂടുതൽ സ്വീകാര്യമായതെന്ന് പഠിപ്പിച്ച നാഥ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ശിശുവിന് അടുത്ത വിശുദ്ധി പ്രാപിക്കും വരെ മാനസാന്തരപ്പെടുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇപ്പോഴത്തെ ആത്മീയ സ്ഥിതിയിൽ ഒട്ടും ആത്മപ്രശംസ ചെയ്യാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന തെറ്റായ ചിന്തയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. വിശുദ്ധർ ഇനിയും വിശുദ്ധരാകട്ടെ എന്ന ദൈവസ്വരം കേട്ട് അനുദിനം അനുനിമിഷം കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് വിലപിക്കുവാനും അവയുടെ എല്ലാ സാധ്യതകളെയും സാഹചര്യങ്ങളെയും കാരണങ്ങളെയും ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഉപേക്ഷിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദപിച്ച് ഉരുകി കണ്ണുനീർ വാഴ്ത്തുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിനെ ചൊരിയാൻ കാത്തിരിക്കുന്ന ദൈവമേ, ദൈവാത്മാവിൻ്റെ അഭിഷേകം കൂടുതൽ പ്രാപിക്കാനുള്ള വ്യവസ്ഥ കൂടുതൽ അനുദപിക്കുകയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവത്തിൻ്റെ സ്നേഹത്തോടും ദൈവത്തിൻ്റെ കൽപ്പനയോടും കാണിച്ച അവിശ്വസ്തതയോർത്തുള്ള കരച്ചിലാക്കി മാറ്റണമേ. ദൈവത്തിൻ്റെ പരിപൂർണതയുടെ അളവ് പോലെ അനുസരിച്ച് പരിശോധിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറെ അനുദപിക്കുവാൻ, അങ്ങനെ കർത്താവെ അനുതാപത്തിലൂടെ അനുഗ്രഹീതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് പാപബോധം വർദ്ധിപ്പിക്കണമേ. അനുതാപം ആഴപ്പെടുത്തണമേ. രക്ഷാകരമായ ദുഃഖം ഞങ്ങൾ ഉളവാക്കണമേ. ഈശോയെ നന്ദി. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ സ്തോത്രം.
യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കർത്താവേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് എഴുന്നള്ളട്ടെ. ഞങ്ങളിൽ അനുതാപത്തിൻ്റെ ദാനം വർഷിക്കട്ടെ. ഞങ്ങളുടെ മനസ്സുകളെ, ആത്മാവിനെ അനുതാപത്തിൻ്റെ ചൈതന്യം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന ചിന്ത ഞങ്ങളുടെ ഹൃദയ സദാ നിലനിർത്തണമേ. പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ ഇടിപ്പിനും ഒത്തവണ്ണം അങ്ങേ പക്കലേക്ക് ഉയർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.